ഹലോ, നമ്മളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പം നമ്മളിന്ന് പോകാൻ പോകുന്നത് കണ്ണൂർ ജില്ലയിലെ തന്നെ പ്രശസ്തമായ കൊട്ടിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ. ദക്ഷിണ കാശി എന്നാണ് കേട്ടോ അറിയപ്പെടുന്നത്. നമ്മളെ മഹാദേവൻ്റെ ദക്ഷിണ കാശിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഈ ഒരു കൊല്ലം നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത കൊല്ലത്തിന് വേണ്ടി കട്ട വെയിറ്റിംഗ് ആയിരിക്കും കേട്ടോ പോകാൻ വേണ്ടിയിട്ട്. ഞാനും കഴിഞ്ഞ വർഷം പോയപ്പോൾ ഈ ഒരു വർഷം ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട് ഇവിടെ ഒന്ന് വരാൻ വേണ്ടിയിട്ട്. ഈ ഉത്സവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല. ഈ ഒരു ഉത്സവ കാലങ്ങളിൽ മാത്രമേ ഈ ക്ഷേത്രത്തിലേക്ക് പ്രവേശനമുള്ളൂ കേട്ടോ. അങ്ങനെ ഈ ഒരു പാലമൊക്കെ കടന്ന് വേണം നമ്മൾ അക്കരെ കൊട്ടിയൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയപ്പോൾ. അപ്പോൾ ഈ ഒരു പുഴയിൽ നമ്മൾ കുളിച്ച് ഈറനോടെയാണ് നമ്മൾ തൊഴാൻ അക്കരെ കൊട്ടിയൂരിലേക്ക് പോകേണ്ടത്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ച പാടും വന്നതുകൊണ്ടാണ് നമ്മൾ കുളിക്കാതിരുന്നത്. അതുകൊണ്ട് നമ്മൾ കാലും മുഖമൊക്കെ കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഉള്ളിലേക്ക് പോകുന്നത്. പണ്ടൊക്കെ ഞങ്ങൾ വരുമ്പോൾ ഇവിടുന്ന് കുളിച്ചതിന് ശേഷമാണ് കേട്ടോ അങ്ങ് അക്കരയ്ക്ക് കടക്കാറ്. ഇപ്പോൾ ഈ ഒരു കുളിച്ചപാട് വന്നതുകൊണ്ടാണ്. അപ്പം നമ്മളിങ്ങനെ ഈ ഒരു വഴി വേണം നമ്മൾ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. വെള്ളമാണ്, വെള്ളത്തിലൂടെ വേണം ചവിട്ടി വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. മുന്നേ ഒക്കെ വരുമ്പോൾ നമ്മൾ അരയോളം വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒക്കെ വെള്ളം കുറഞ്ഞു. പിന്നെ മൊബൈൽ ഫോൺ അങ്ങ് ഉള്ളിലേക്ക് അലൗഡ് അല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അങ്ങ് അടുത്തുനിന്നൊന്നും വീഡിയോ എടുക്കാതിരുന്നത്. നമ്മളിങ്ങോട്ടേക്ക് മാറി നിന്നിട്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ തൊഴുതതിന് ശേഷം കുറിയൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഭണ്ണാരം വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് നമ്മൾ നിൽക്കാൻ പാടില്ല, അധിക സമയം നിൽക്കാൻ പാടില്ല. അപ്പം തന്നെ ഇറങ്ങണം എന്നാണ് പറയാറ്. അതുകൊണ്ട് തന്നെ നമ്മൾ അധിക സമയമൊന്നും അവിടെ നിന്നിട്ടില്ല കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ നമ്മളെ മനസ്സിന് വല്ലാത്തൊരു സുഖമാണ് കേട്ടോ. എന്താണെന്നറിയില്ല, പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ഫീലിംഗ് ആണ് ഇവിടെ വന്നിട്ട് പോകുമ്പോൾ. അങ്ങനെ നമ്മൾ അവിടെ നിന്നും ഇക്കരെ കൊട്ടിയൂരിലേക്കാണ് കേട്ടോ പോകുന്നത്. അക്കരെ കൊട്ടിയൂർ തൊഴുതതിന് ശേഷമാണ് നമ്മൾ ഇക്കരെ കൊട്ടിയൂർ വന്ന് തൊഴേണ്ടത്. അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭക്ഷണം ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിക്കാൻ അങ്ങോട്ടേക്ക് പോയി, ഊട്ടുപുരയിലേക്ക് പോയി. അപ്പോൾ കറി സാമ്പാറായിരുന്നു കേട്ടോ. നമുക്ക് ഈ ഒരു പ്രസാദം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലേ. അപ്പോൾ ഒരു കറിയാണെങ്കിലും നമുക്ക് അത് കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മളെ ഓടപ്പൂവിൻ്റെ കാര്യം. ഇവിടെ വരുന്ന ഓരോ ഭക്തജനങ്ങളും സ്വന്തമാക്കുന്ന ഒരു പൂവാണ് കേട്ടോ ഓടപ്പൂവ്. അതില്ലാതെ ആരും ഇവിടുന്ന് തിരികെ പോവാറില്ല. കാരണം നമ്മളെ വീടിന് സർവ്വ ഐശ്വര്യങ്ങളും കൊണ്ടുവരുന്നതാണ് ഓടപ്പൂവ് എന്നാണ് പറയാറുള്ളത് കേട്ടോ. അപ്പം നമ്മളും വാങ്ങി, ഓടപ്പൂവൊക്കെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. പ്രത്യേകം ആദ്യം തന്നെ വാങ്ങിയത് ഞങ്ങൾ ഓടപ്പൂവാണ് കേട്ടോ. പിന്നെയാണ് വേറെ സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ.